നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോൾ. ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അതായത് 5/12/2025 വെള്ളിയാഴ്ച രാവിലെ റബ്ബർ വില കോട്ടയം ബോർഡ് വില RSS 4 കിലോ 184, RSS 5 കിലോ 181, ISNR 20 163 രൂപ 50 പൈസ, ലാറ്റക്സ് 60% DRC 126 രൂപ 80 പൈസ. ഇതാണ് രാവിലത്തെ കോട്ടയം ബോർഡ് വില. ഇനി കൊച്ചു വില നോക്കുമ്പോൾ RSS 4 കിലോ 184, RSS 5 കിലോ 181. ഇതാണ് രാവിലത്തെ കൊച്ചി വില. ഇനി കേരളത്തിലെ മറ്റിനം ഗ്രേഡ് അന്വേഷിച്ചിട്ട് നോക്കുമ്പോൾ ലൂസ് കിലോ 175, ലോട്ട് കിലോ 164 രൂപ മുതൽ 169 രൂപ. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ ഒട്ടുപാൽ നോക്കുമ്പോൾ 80% DRC ഉള്ള ഒട്ടുപാൽ കിലോ 123, 60% DRC ഉള്ള ഒട്ടുപാൽ കിലോ 92 രൂപ 25 പൈസയാണ്. ഇനി വ്യാപാരി വില നോക്കുമ്പോൾ വ്യാപാരിയില്ല കോട്ടയം RSS 4 കിലോ 176, RSS 5 കിലോ 173, ISNR 20 159 രൂപ 50 പൈസ മുതൽ 160 രൂപ. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 4 കിലോ 188 രൂപ 71 പൈസ, RSS 5 കിലോ 188 രൂപ 30 പൈസ. ഇനി കേരളത്തിലെ ഫീൽഡ് ലാറ്റക്സ് നോക്കുമ്പോൾ ഫീൽഡ് ലാറ്റക്സ് 168 രൂപ, 25% DRC ഉള്ള 200 ലിറ്റർ ബാരലുള്ള 8400 രൂപ, 30% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 10,080 രൂപ, 35% DRC ഉള്ള 200 ലിറ്റർ ബാരൽ 11,760 രൂപ. ഇതാണ് രാവിലത്തെ റബ്ബർ വില. മിക്ക ആൾക്കാരും വളരെ ശുഭപ്രതീക്ഷയിൽ റബ്ബർ ടാപ്പിംഗ് ചെയ്യുക. കവറിട്ട മരങ്ങൾ റബ്ബർ ടാപ്പ് ചെയ്യാൻ സാധിച്ച അനുകൂലമായ കാലാവസ്ഥയായതിനാണ്. കേരളത്തിലെ മറ്റു വിലകൾ നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 1 ഗ്രാം 11,950, ഒരു പവൻ 95,600 അതുപോലെ 24 ക്യാരറ്റ് 1 ഗ്രാം 13,036, ഒരു പവൻ 1,04,288. ഒരു 18 ക്യാരറ്റ് നോക്കുമ്പോൾ 9,778, ഒരു പവൻ 78,224. ഇതാണ് രാവിലത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കാൻ പോകുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഇന്നലെ 1 ഗ്രാമിൻ്റെ മുകളിൽ 20 രൂപയും ഒരു പവൻ്റെ മുകളിൽ 160 രൂപയാണ് കുറഞ്ഞിരിക്കുന്നത്. തേങ്ങ വില നോക്കുമ്പോൾ ചകരിയില്ലാത്ത മുട്ടത്തേങ്ങ കിലോ 90. ഉള്ള പച്ചത്തേങ്ങ 80 മുതൽ 85, കച്ചവലം 675, ഉണങ്ങിയത് കൊക്കോ ഉണങ്ങിയത് 340, കൊപ്ര എടുത്തപടി 206, വെളിച്ചെണ്ണ ലിറ്റർ 450, കുരുമുളക് അൺകാർബിൾ കിലോ 692, കുരുമുളക് ഗാർബിൾ കിലോ 712, കുരുമുളക് പുതിയത് 682, ചുക്ക് വെസ്റ്റ് 300, മഞ്ഞൾ സേലം 155, അടയ്ക്ക പുതിയത് 350, പഴയത് 360, കാഞ്ഞിരക്കുരു 1880, പിണ്ണാക്ക് എസ്പെലാർ 41, റോട്ടറി 42, കയർ ഇടക്കയർ 10, കരിപ്പൊടി കയർ 10 മുതൽ 15, ജാതിക തൊണ്ടോടുകൂടി 270, കുരുമുളക് വയനാടൻ 680, കുരുമുളക് ചേട്ടൻ 670, നാടൻ ഗ്രാമ്പു 780, നാടൻ 885 ആണ്. ശബരിമല മണ്ഡല മകരവിളക്ക് തീർത്ഥാടനത്തോടനുബന്ധിച്ച് പരമ്പരാഗത കാനനപാതയായ സത്രം പുല്ലുമേട് വഴി സന്നിധാനത്തേക്ക് പോകുന്ന അയ്യപ്പഭക്തന്മാർക്ക് യാത്രാ സൗകര്യം ഒരുക്കിയാണ് KSRTC വിപുലമായ ചെയിൻ സർവീസ്. വളരെ ശുഭപ്രതീക്ഷയിലും വളരെ റെക്കോർഡ് കളക്ഷനുമാണ് ഇപ്പോൾ KSRTC മുന്നേറുന്നത്. അതിൻ്റെ അമരത്തിരിക്കുന്നത് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ തന്നെയാണ്. പത്തനാപുരം പ്രിയപ്പെട്ട MLA-യുമാണ്. കഴിഞ്ഞ 5 ടേമായിട്ട് പത്തനാപുരം നിവാസികൾക്ക് ഏറെ പ്രിയപ്പെട്ട MLA കൂടിയായ ഗണേഷ് കുമാർ KSRTCയുടെ അമരത്ത് വന്നതോടുകൂടി വിപ്ലവകരമായ പല മാറ്റങ്ങളും ഉണ്ടായി. അതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്കും ഒപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.